ഹൈക്കമാൻഡ് വിളിച്ച കേരള നേതാക്കളുടെ യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നത് ചർച്ചയായി. അവഗണിച്ചു എന്നത് തരൂരിന്റെ തോന്നലെന്ന് രാഹുൽ ഗാന്ധി നേതാക്കളെ അറിയിച്ചു. നേതാക്കളുടെ ലിസ്റ്റിൽ തരൂരിന്റെ പേര് ഉണ്ടായിരുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ഈ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ ശശി തരൂരിന്റെ ബഹിഷ്കരണം പ്രധാനപ്പെട്ട ചർച്ചയായി എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവഗണിച്ചു എന്ന ശശി തരൂരിന്റെ വാദം തള്ളുകയായിരുന്നോ രാഹുൽ ഗാന്ധി? നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചർച്ചയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡുമായി ദില്ലിയിൽ നടത്തിയത്. ഈ ചർച്ചയിലാണ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ കടുത്ത അതൃപ്തിയോട് കൂടി വിട്ടുനിന്നിട്ടുള്ളത്. ഈ വിഷയം ഹൈക്കമാൻഡിന് മുമ്പാകെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുള്ള മഹാപഞ്ചായത്തിന്റെ പരിപാടിയിൽ ശശി തരൂരിനെ രാഹുൽ ഗാന്ധി അവഗണിച്ചു എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവഗണിച്ചു എന്ന് പറയുന്നത് ശശി തരൂരിന്റെ തോന്നൽ മാത്രമാണ്. അതോടൊപ്പം നേതാക്കളുടെ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേര് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് താൻ ശശി തരൂരിന്റെ പേര് വിട്ടുപോയത് എന്നുള്ള വിശദീകരണമാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കടുത്ത അതൃപ്തിക്ക് പിന്നാലെയാണ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ കഴിഞ്ഞ ദിവസത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്ന നേരത്തെ തന്നെ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്, പാർട്ടിയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ഈ യോഗത്തിനിടെ നടത്തിയിട്ടുള്ളത്.